ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഈസി ആയിട്ടുള്ള ഒരു കസ്റ്റാർഡ് ബണ്ണാണ്. അപ്പോൾ അത് നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഈ വീഡിയോൻ്റെ തൊട്ട് താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. അതുപോലെ പുത്തൻ വീഡിയോസ് നിങ്ങൾക്ക് കാണാനും പറ്റും. അതിനുവേണ്ടി ഒരു പാത്രത്തിൽ 1 കപ്പ് വെള്ളം എടുത്ത് അതിലേക്ക് 1 ടീസ്പൂൺ ഈസ്റ്റ്, 2 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് അത് പൊങ്ങാൻ വേണ്ടി മാറ്റി വെക്കുക. ഇനി ഒരു പാത്രം എടുത്ത് അതിലേക്ക് 2 കപ്പ് മൈദ, 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് നമ്മൾ പൊങ്ങാൻ വേണ്ടി വെച്ചിട്ടുള്ള ഈസ്റ്റ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിലും കൂടി ചേർത്ത് നന്നായി കുഴച്ചെടുക്കാം. ആവശ്യത്തിന് മൈദപ്പൊടി ഇട്ട് കൊടുത്ത് ഇത് കൈക്ക് പറ്റാത്ത രീതിയിൽ കുഴച്ചെടുക്കുക. ഇപ്പോൾ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് കൗണ്ടർ ടോപ്പിലിട്ട് ഒന്നും കൂടി ഒന്ന് കുഴച്ചെടുക്കാം. ഇപ്പോൾ നിങ്ങൾ ആവശ്യത്തിന് ഓയിലാക്കി കൊടുക്കണം. ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഓയിലാക്കി കൊടുത്ത് പൊങ്ങാൻ വേണ്ടി വെക്കാം. ആ സമയം കൊണ്ട് ഒരു പാനിലേക്ക് 1 കപ്പ് പാൽ ഒഴിച്ച് കൊടുക്കുക. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കസ്റ്റർഡും 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 1 നുള്ളു ഉപ്പും കൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. ഇനി നമുക്കിത് അടുപ്പിലേക്ക് മാറ്റി ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നല്ല കട്ടിയായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്യാം. ഇത് നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കൗണ്ടർ ടോപ്പിലിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് കുഴച്ചെടുക്കാം. ഇനി ഇത് ഓരോ പീസസ് ആക്കിയിട്ട് കട്ട് ചെയ്യാം. ഒരു പീസ് എടുത്ത് ഇതേപോലെ ഒന്ന് ബോളാക്കി എടുത്ത് കൈ കൊണ്ട് ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് ഫില്ലിങ് വെച്ച് കൊടുത്ത് ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് സൈഡൊക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു അളവിൽ ചെയ്യുമ്പോൾ എനിക്ക് 12 ബണ്ണാണ് കിട്ടിയത്. അപ്പോൾ നിങ്ങൾക്ക് പരത്തി കൊടുക്കുമ്പോൾ ആവശ്യമുണ്ടെങ്കിൽ മൈദ ചേർത്ത് കൊടുക്കുക. ഇതേപോലെ നമുക്ക് ബാക്കിയെല്ലാം ചെയ്തെടുക്കാം. ഇതിങ്ങനെ ആക്കിയെടുത്തിട്ട് കുറച്ച് നേരം ഒന്ന് പൊങ്ങാൻ വേണ്ടി വെക്കണം. ഇനി നമുക്ക് അടുപ്പത്ത് പാൻ വെച്ച് അതിലേക്ക് ഓരോന്നായിട്ട് വെച്ച് കൊടുക്കാം. കുറച്ച് സ്പേസ് വിട്ടിട്ട് വെച്ച് കൊടുക്കുക. അപ്പോൾ ഇത് പരമാവധി ലോ ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ ഇതിൽ കറക്റ്റ് ടൈം എന്ന് പറയാൻ പറ്റുന്നത് 5 to 8 മിനിറ്റാണ്. അപ്പോൾ നിങ്ങളുടെ ഇടയ്ക്കൊന്ന് നോക്കുക. ഇതിൻ്റെ അടിഭാഗം കളറ് മാറിയെന്ന് തോന്നുമ്പോൾ മറിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ അടിഭാഗം ഏകദേശം കളറ് മാറിയിട്ടുണ്ട്. ഇനി മറ്റേ ഭാഗം കൂടി ഇതേപോലെ നമുക്ക് ആക്കിയെടുക്കാം. അപ്പോൾ ഇനി നമുക്കെല്ലാം ഇതേപോലെ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി കസ്റ്റർഡ് ബൺ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ ഉൾഭാഗം ഞാൻ കാണിച്ചു തരാം. നല്ല സോഫ്റ്റും പിന്നെ ജ്യൂസി ആയിട്ടുള്ള കസ്റ്റാർഡ് ബണ്ണ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. വീട്ടിൽ ഓവൺ ഇല്ലാത്തവർക്കും ഇത് ഉണ്ടാക്കാൻ പറ്റുന്നത് കൊണ്ടാണ് ഈ വീഡിയോ ചെയ്തത്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു.